അതെ, നമുക്ക് എത്ര തന്നെ പോരായ്മകളുണ്ടായാലും നമ്മളുടെ ഫ്രണ്ട്സ് അത് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യുകയോ നമ്മളുടെ അസാന്നിധ്യത്തിൽ നമ്മളുടെ കുറ്റം മറ്റൊരാളോട് പറയുകയോ ചെയ്യില്ല. ഒരുപക്ഷെ നമ്മളുടെ ആ കുറവുകളും കുറ്റങ്ങളും ആ ഫ്രണ്ട്സ് അംഗീകരിച്ചിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എങ്കിലും അതൊരാളെടുത്ത് ഷെയർ ചെയ്യില്ല. എന്താ അല്ലേ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വാല്യൂ? അതായത് നമ്മളുടെ അമ്മയാണെങ്കിൽ പോലും അത് അച്ഛൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് തന്നിരിക്കും. സഹോദരങ്ങളാണെങ്കിൽ പോലും മറ്റൊരു സഹോദരങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിരിക്കും. പക്ഷേ യഥാർത്ഥ ഫ്രണ്ട് ആളുടെ ഭർത്താവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തോ ഒരു ഫ്രണ്ടിൻ്റെ കുറവുകളും ഷെയർ ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമ്മൾ മുറുകെ പിടിച്ചോളണം, വിട്ടുകളയരുതേ. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെള്ളവും വളവുമൊക്കെ കൊടുത്തിട്ട് ആ ഫ്രണ്ട്ഷിപ്പിനെ ഒന്നും കൂടി പുഷ്ടിപ്പെടുത്തുക. അത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. കാരണം ഇടയ്ക്കൊരു ഫോൺ കോളുകൾ, ഒരു കൂട്ടായ്മ, സുഹൃത്ത് സംഗമങ്ങൾ, സൗഹൃദങ്ങൾ പുതുക്കുക, സംഭാഷണങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ ഭംഗിയായിട്ട് കൊണ്ടുപോവുക. ഒരു ഫ്രണ്ടിനെയും വിട്ടുകളയരുത്. ചെറുപ്പം മുതൽ ഇതുവരെയുള്ള ഫ്രണ്ട്സിനെ മുറുകെ പിടിക്കുക. ഓക്കെ, താങ്ക് യു.